ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 10ാമത്തെ പാഠമായ സുരക്ഷിത ഭക്ഷണം എന്ന പാഠമാണ്. അപ്പോൾ ഈ ഒരു പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരുപാട് ഭക്ഷണങ്ങൾ ചിത്രം കാണിച്ചുകൊണ്ടാണ് അല്ലേ. ഇതിൽ പല ഭക്ഷണങ്ങളും നമ്മൾ കഴിച്ചതാണ്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണ പദാർത്ഥത്തിൽ മായം കലർത്തിയത് കണ്ടെത്തുക, അതൊക്കെയാണ്. ചിത്രം നിരീക്ഷിക്കൂ. വൈവിധ്യമുള്ള എത്രയെത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമുക്ക് ചുറ്റും ഉള്ളത്. ഇവയിൽ പലതും നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടാകും. നിങ്ങൾ കഴിക്കാറുള്ള ആഹാര വിഭവങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്യൂ. ഓരോരുത്തരും എഴുതിയത് ക്ലാസ്സിൽ വായിക്കൂ. വലിയൊരു പട്ടികയായില്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ കഴിക്കാറുള്ള ആഹാര വിഭവങ്ങൾ ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണത്തിൽ ഇത്രമാത്രം വൈവിധ്യം ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? മനുഷ്യൻ എക്കാലത്തും ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭക്ഷണ വിഭവങ്ങളിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഭക്ഷണത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ പുതിയ പുതിയ പരീക്ഷണങ്ങളിലൂടെ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഭക്ഷണത്തിൽ ഇത്രമാത്രം വൈവിധ്യം വന്നത്. നിങ്ങൾ ലിസ്റ്റ് ചെയ്ത എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ആരോഗ്യം നൽകുന്നതാണോ? അല്ല അല്ലേ. ഇപ്പോൾ ഈ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ തുടർച്ചയായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണോ? അല്ല. ഗുണമേന്മയില്ലാത്ത ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇനി അടുത്തത്, ആഹാരം എന്തിന്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ചർച്ച ചെയ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എന്തിനാണ് 3 നേരം ഭക്ഷണം കഴിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, നമുക്ക് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കാൻ വേണ്ടി. ഇനി ആഹാരം എവിടെ നിന്നെല്ലാം? നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കാറുണ്ട്? ഏതൊക്കെ ഭക്ഷണ വിഭവങ്ങളാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ സാധാരണയായി ഉൾപ്പെടുത്താറുള്ളത്? ഇതിനാവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണവും അതിനാവശ്യമായ വസ്തുക്കളും അവ ലഭിച്ച സ്ഥലവുമാണ് താഴെ പട്ടികയിൽ നൽകിയിട്ടുള്ളത്. അത് പരിശോധിക്കുക. അപ്പോൾ ഒരു കുട്ടി കഴിക്കുന്ന ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളും പിന്നെ അത് എവിടെ നിന്നൊക്കെയാണ് ആ സാധനം, ഉച്ചഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു പട്ടികയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉച്ചഭക്ഷണത്തിൽ ഫസ്റ്റത്തെ ചോറ്. അപ്പോൾ ചോറ് ഉണ്ടാക്കാൻ എന്ത് വേണം? അരി വേണം. അപ്പോൾ അരി എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്? കടയിൽ നിന്ന്. പിന്നെ രണ്ടാമത്തെ മീൻകറി. മീൻകറി വെക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? മീൻ വേണം, ഉള്ളി വേണം, തക്കാളി, പുളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ജലം. ഇത്രയും സാധനങ്ങൾ മീൻ കറി വെക്കാൻ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്? അപ്പോൾ മീൻ, ഉള്ളി, തക്കാളി, പുളി, വെളുത്തുള്ളി, ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതെന്താണ് കടയിൽ നിന്ന്. പച്ചമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ജലം. കറിവേപ്പില വരുന്നതാണ് വീട്ടിലുണ്ടായത്. പിന്നെ ജലം നമ്മുടെ വീട്ടിൽ കിണറിൽ നിന്ന്. ഓക്കെ. ഇനി അടുത്തത് തോരനാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? പയറ്, തേങ്ങ, വെളിച്ചെണ്ണ, കടുക്, മുളക്, ഇതെല്ലാം എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നുണ്ടായതാണ്. പിന്നെ എന്തൊക്കെ വേണം? മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് രണ്ടും കടയിൽ നിന്ന്. പിന്നെ ജലം കിണറിൽ നിന്ന്. ഇനി അടുത്ത് മാങ്ങച്ചാർ. മാങ്ങച്ചാർ ഉണ്ടാക്കാൻ എന്ത് വേണം? മാങ്ങ വേണം, മുളക് പൊടി വേണം, കായം, ഉപ്പ്, എണ്ണ, ഉലുവപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്? കടയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളും അതുണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണം, അത് സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ പട്ടികയാണ് പറഞ്ഞത്. ഇനി ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ആഹാരം പാചകം ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നെല്ലാമാണ് ലഭിച്ചത്? അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ലഭിച്ചത്? കടയിൽ നിന്ന് ലഭിച്ചു, മാർക്കറ്റിൽ നിന്ന് ലഭിച്ചു, വീട്ടിൽ നിന്ന് ലഭിച്ചു. പിന്നെ ജലം എവിടെ നിന്നാണ്? കിണറിൽ നിന്ന്. ഓക്കെ. ഇനി ഇവയിൽ കടയിൽ നിന്ന് വാങ്ങിയ വസ്തുക്കൾ ഏതെല്ലാം? അപ്പോൾ അവിടെ ഈ ഒരു പട്ടിക നോക്കി നമുക്ക് കാണാൻ പറ്റും. കടയിൽ നിന്ന് എന്തൊക്കെയാണ്? അരിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഉലുവപ്പൊടി, കടുക്, കായം, എണ്ണ, മാങ്ങ, അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങളുടെ ഒരു നേരത്തെ ആഹാരം താഴെ പറയുന്ന പ്രകാരം പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു നേരത്തെ ആഹാരം, ഏതെങ്കിലും ഒരു നേരത്തെ, രാവിലത്തെ ആവാം, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ആവാം, അല്ലെങ്കിൽ രാത്രിക്കലത്തെ ആവാം, ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരം ഇതുപോലെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും പൂരിപ്പിച്ചാൽ മതി ഇതുപോലെ. ഓക്കെ. അപ്പോൾ പട്ടികയിൽ എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത്? നിങ്ങൾ കഴിക്കുന്ന ആഹാരം എന്താണ്, പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ്, പിന്നെ ആ ഉപയോഗിച്ച വസ്തുക്കൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ.
ഓരോ ഭക്ഷണ വിഭവവും തയ്യാറാക്കുന്നതിന് വ്യത്യസ്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അവ ലഭിക്കുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ്. ഇക്കാര്യങ്ങൾ നിങ്ങൾ പട്ടിക വിശദീകരണത്തിലൂടെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഈ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഓരോ വിഭവങ്ങളും ഉണ്ടാക്കാൻ എന്താണ് വ്യത്യസ്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. ആ ഓരോ വസ്തുക്കൾ എന്താണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ്. ചിലത് കടയിൽ നിന്ന് കിട്ടും, ചിലത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം പോഷകപ്രദവും സുരക്ഷിതവുമാകണം. ഇതിനായി വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഗുണനിലവാരം, അവ പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. അപ്പോൾ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം വെച്ചെങ്കിൽ എന്താണ്, അത് ഉണ്ടാക്കാൻ വേണ്ടി ഗുണനിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പാചകം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സുരക്ഷിതമായ ഭക്ഷണം. ഡയറ്റീഷ്യൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു ഡയറ്റീഷ്യൻ പറയാണ്, സമീകൃത ആഹാരത്തിൻ്റെ അഭാവം, തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പം അതിനുള്ള കാരണം എന്താണ്? നമ്മൾ അമിതമായിട്ട് എന്താണ് സമീകൃത ആഹാരം കഴിക്കുന്നുണ്ട്, നേരത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം അതൊക്കെയാണ് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണം. ഇപ്പം എന്താണ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോൾ, അതൊക്കെ എന്താണ് വളരെ കൂടുതലാണ്. അപ്പം അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ ഭക്ഷണ ശൈലിയാണെന്നാണ് ഈ ഡയറ്റീഷ്യൻ പറയുന്നത്. ഭക്ഷ്യവിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആഹാരം ആരോഗ്യകരമാകൂ. അപ്പം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതുണ്ടാക്കുന്ന രീതി, അതൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ് പറയുന്നത്. സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എഴുതി നോക്കുക. അപ്പോൾ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ നമ്മൾ എന്ത് വസ്തുവാണ് കഴിക്കാൻ പോകുന്നത് അത് തിരഞ്ഞെടുക്കുക. പിന്നെ എന്താണ്, ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുക. അതായത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്തുക്കൾ എന്തായിരിക്കണം, ഗുണനിലവാരമുള്ളതായിരിക്കണം. പിന്നെ വൃത്തിയായി കഴുകുക. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആ സാധനങ്ങൾ എന്താണ്, നമ്മൾ കഴുകണം. ഇനി അത് കഴിഞ്ഞ് എന്താണ്, അത് ഉപയോഗിച്ച് നന്നായി പാചകം ചെയ്യണം. അത് കഴിഞ്ഞ് അത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ പോകണം. അപ്പോൾ കഴിക്കാൻ പോകുന്നതിന് മുന്നേ കൈകൾ നന്നായി കഴുകുക, നന്നായി വൃത്തിയാക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്, ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ. പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങളും പാചകം ചെയ്യാനുള്ള ഭക്ഷ്യവസ്തുക്കളും നാം കടകൾ, ഹോട്ടലുകൾ, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണല്ലോ വാങ്ങുന്നത്. ഇവയോരോന്നും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അവയുടെ ഗുണനിലവാരം ശ്രദ്ധിക്കാറുണ്ടോ? ഒരു ഉദാഹരണം നോക്കും. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ മേടിക്കുമ്പോഴും അത് ഉണ്ടാക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോഴും എന്താണ്, അതിൻ്റെ ഗുണനിലവാരം നോക്കിയിട്ടാണ് മേടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഗുണനിലവാരം ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് മീനാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല മത്സ്യമാണോ എന്ന് നോക്കി മേടിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ എന്താണ്, 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. അഴുകാത്ത മത്സ്യവും അതുപോലെ തന്നെ അഴുകിയ മത്സ്യം. അപ്പോൾ ആദ്യത്തെ ചിത്രം എന്താണ്, നല്ല മീനിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം കേടുവന്ന മീനിൻ്റെ ചിത്രമാണ്. പിന്നെ അവിടെ എന്താണ്, ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പട്ടികയിൽ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഒഴിവാക്കേണ്ടത്. അതായത് നമ്മൾ മത്സ്യത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, പിന്നെ എങ്ങനത്തെ മത്സ്യത്തിനെയാണ് ഒഴിവാക്കേണ്ടതെന്നാണ് 2 പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലേക്കാകുന്നത്. അപ്പോൾ നമ്മൾ മീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് മീൻ എന്താണ് തൊട്ട് നോക്കുക, അങ്ങനെ അമർത്തി നോക്കുക. അങ്ങനെ അമർത്തി നോക്കുമ്പോൾ അമർത്തിയിട്ടുള്ള ഭാഗം എന്താണ് കുഴിയും. എന്നിട്ട് വിരൽ അവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും വീണ്ടും അത് പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരും. അപ്പം അങ്ങനത്തെ മീനാണെങ്കിൽ അത് നല്ല മീനായിരിക്കും. എന്നാൽ വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലേക്ക് ആകാത്തത്, അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആവാത്തതാണെങ്കിൽ അത് ചീത്ത മീനായിരിക്കും, അത് മേടിക്കരുത്. ഇനി പുറം തൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതും. അപ്പോൾ നമ്മൾ മീൻ നോക്കുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ പുറം തൊലിയിൽ ചെറുതായിട്ടൊരു നനവുണ്ട്, അതേപോലെ തിളക്കമുണ്ടെങ്കിൽ അങ്ങനത്തെ മീൻ മേടിക്കാം. എന്നാൽ മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള മീനാണെങ്കിൽ മേടിക്കരുത്. പിന്നെ ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതും മേടിക്കാം. ചാര നിറമോ നേർത്ത പച്ച നിറമോ ആയ ചെകിളപ്പൂക്കളത് മേടിക്കരുത്. കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറമുള്ളതും ആണെങ്കിൽ മേടിക്കാം. കുഴിഞ്ഞ കണ്ണുകളതാണെങ്കിൽ മേടിക്കരുത്. പിന്നെ ദുർഗന്ധമില്ലാത്ത മീനാണെങ്കിൽ നമുക്ക് മേടിക്കാം. ഉള്ള മീനാണ് വെച്ചെങ്കിൽ നമ്മൾ മേടിക്കരുത്. അപ്പോൾ ഒരു മത്സ്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു മേഖലയാണിത്. അതായത് നമ്മൾ മീൻ മേടിക്കാൻ പോയിട്ടുണ്ട് വെച്ചെങ്കിൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായും പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്.
കഴിഞ്ഞ് പാകം ചെയ്യാനായി മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികയിൽ നിന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് എഴുതിയാൽ മതി. ഇനി അടുത്ത ടോപ്പിക് പാലും പാലുൽപ്പന്നങ്ങളും. നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് പാൽ ലഭിക്കുന്നത് ചർച്ച ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് എവിടെ നിന്നൊക്കെയാണ് പാൽ കിട്ടുന്നത്? ഒന്നെന്താണ്, ചില വീടുകളിൽ എന്താണ് പാക്കറ്റ് പാലാണ് വാങ്ങുക. പിന്നെ ചില ആൾക്കാർ സൊസൈറ്റിയിൽ നിന്ന് പാൽ മേടിക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാർ മറ്റുള്ള വീടുകളിൽ പശുക്കൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പാൽ മേടിക്കാറുണ്ട്. കടകളിൽ നിന്നും പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചെങ്കിൽ അതിന് നേരത്തെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കവറിൽ ലോഗോ ഉള്ള പാൽ നോക്കി മേടിക്കണം. അപ്പോൾ അത് ടിക്ക് ചെയ്യണം. പിന്നെ നിറമാറ്റമുള്ള പാൽ അത് വേണ്ട. പിന്നെ പാക്ക് ചെയ്യാത്ത പാലും പാലുൽപ്പന്നങ്ങളും അത് വേണ്ട. പാക്ക് ചെയ്ത തീയതിയും കാലാവധിയും കവറിൽ അടയാളപ്പെടുത്തിയത് നോക്കണം. പിന്നെ ലഭ്യമാകുന്ന സ്രോതസ്സിൻ്റെ ഗുണനിലവാരം അത് നോക്കണം. പിന്നെ ചീസ്, പനീർ എന്നിവ പാക്ക് ചെയ്തതും സീലുള്ളതും അത് നോക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പഴങ്ങളും പച്ചക്കറികളും. നിങ്ങൾ കടയിൽ പോയി പഴങ്ങളും പച്ചക്കറികളും വാങ്ങാറില്ലേ? ഇവ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് നമ്മൾ കടയിൽ പോയി പഴങ്ങളും പച്ചക്കറിയും മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് ഒഴിവാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പച്ചക്കറികളും പഴങ്ങളുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പുറന്തോട് കേടില്ലാത്തത്. ഒഴിവാക്കേണ്ടത് എന്താണ്? പുറന്തോട് കേടുള്ളവ. പിന്നെ എന്താണ്? പുതിയ പച്ചക്കറികൾക്ക് നല്ല മണമായിരിക്കും, അപ്പോൾ അത് നോക്കി മേടിക്കണം. പിന്നെ ചീഞ്ഞ പച്ചക്കറികൾക്ക് എന്താണ്? ദുർഗന്ധമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ഇലകൾ ഉള്ളവ തിരഞ്ഞെടുക്കുക. ഉണങ്ങിയതും മഞ്ഞ നിറത്തിലുള്ളത് ഒഴിവാക്കുക. ഈ മുരിങ്ങയില, ചീരല, പിന്നെ അതുപോലെ തന്നെ വേപ്പില അതൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് പച്ച നിറത്തിലുള്ളതാണെങ്കിൽ മാത്രം മേടിക്കുക. ഉണങ്ങിയതും മഞ്ഞ നിറത്തിലുള്ളത് ഒഴിവാക്കുക. ഓക്കെ, ഇനി അടുത്തത് പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ചിപ്സ്, പാനീയങ്ങൾ തുടങ്ങിയ നിരവധി ഭക്ഷ്യവിഭവങ്ങൾ ഇന്ന് പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഇത്തരം പാക്കറ്റുകളിൽ ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ വാങ്ങിയ ഒരു ഒഴിഞ്ഞ ഭക്ഷ്യ പാക്കറ്റ് സ്കൂളിൽ കൊണ്ടുവന്ന ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ ലേബൽ പരിശോധിക്കുക. എന്തെല്ലാം വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത്? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിലുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ എന്താണ് പാക്കറ്റ് എടുത്തിട്ട് ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് അത് മൊത്തം പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പാക്കറ്റിലുള്ളത് അത് കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുണ്ടാവുക? ഒന്ന് ഭക്ഷ്യവസ്തുവിൻ്റെ പേരുണ്ടാവും. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചേരുവകളുടെ പട്ടിക, പിന്നെ അതിലുള്ള പോഷക ഘടകങ്ങൾ സംബന്ധിച്ച വിവരം, പിന്നെ അതിൻ്റെ കലോറിക മൂല്യം ഉണ്ടായിരിക്കും, പിന്നെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ അടയാളങ്ങൾ, പിന്നെ അതിൻ്റെ അളവ്, തൂക്കം, പിന്നെ നിർമ്മിച്ച രീതി, കാലാവധി കഴിയുന്ന തീയതി, പിന്നെ ഉൽപ്പാദിപ്പിച്ച സ്ഥലം, നിർമ്മാതാവിൻ്റെ വിലാസം, പിന്നെ ഉപയോഗിച്ച പ്രിസർവേറ്റീവുകൾ, നിറം കൊടുക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, പിന്നെ ലൈസൻസ് നമ്പറും FSSAI ലോഗോയും, പിന്നെ ഉപയോഗിക്കേണ്ട രീതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ള എന്തൊരു ഭക്ഷ്യവസ്തു മേടിക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പാക്കറ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതൊക്കെ ശരിയാണോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ ഇത്രയും ടോപ്പിക്കാണ് നോക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്താണ് പാർട്ട് 2 വീഡിയോയിലൂടെ കാണാം. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.